മറൈൻ സ്പിരിറ്റിൽ നിന്ന് എങ്ങനെ നമുക്ക് രക്ഷപ്പെടാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയം. മെറ്റനയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ 4 എപ്പിസോഡിൽ മറൈൻ സ്പിരിറ്റിനെ കുറിച്ചാണ് പറഞ്ഞത്. നിങ്ങൾക്ക് അതിനുള്ള അഭിപ്രായങ്ങളെ പ്രത്യേകിച്ച് എന്നെ നേരിട്ട് അറിയിക്കുകയോ അല്ലെങ്കിൽ ആ കമൻറ്റ് ബോക്സിൽ ഇടുകയോ ചെയ്യാം. നമ്മളിതിനെക്കുറിച്ചൊന്നും കാര്യമായിട്ട് കേട്ടിട്ടില്ല. പല രീതിയിലുള്ള ഡെഫിനിഷൻസ് നമ്മൾ പറയുന്നുണ്ട്. എന്നാൽ വെള്ളത്തിൽ നിന്ന് ഒരു ആത്മാവ് വരുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നിങ്ങൾ എന്ത് പേര് വിളിച്ചാലും കുഴപ്പമില്ല. അത് വന്ന് അതിന് ഭയങ്കരമായിട്ടൊരു പ്രോബ്ലം ഉണ്ട്. അത് കാണിക്കുന്ന വിഷയങ്ങളൊക്കെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞാണ്. ഇനി എങ്ങനെയാണ് നമ്മളിതിൽ നിന്ന് രക്ഷ പ്രാപിക്കുന്നതെന്നുള്ള നമുക്ക് യേശുക്രിസ്തു നമ്മളോട് പറഞ്ഞൊരു കാര്യം ആണല്ലോ. നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞാണ്. മത്തായി 17-ാം അധ്യായത്തിലുള്ള ചന്ദ്രരോഗം ബാധിച്ച കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ വെള്ളത്തിലും തീയിലും ചാടുന്നൊരു സ്വഭാവമുണ്ട് അല്ലേ. അതിനകത്ത് വെള്ളത്തിലും തീയിലും ചാടുന്ന സ്വഭാവം ശരിക്കും പറഞ്ഞാൽ അതിൽ പഴയ നിയമത്തിൽ നിന്ന് 2 ക്യാരക്ടറിനെ ഞാൻ പറഞ്ഞു. മോശയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഹി വാസ് പുട്ട് ഇൻ ദ നൈൽ റിവർ, നൈലിലിട്ടു. അതിനുശേഷം അവന് റെഡ് സിയെ വിഭാവിച്ചു, അതിൽ നിന്ന് പുറത്തേക്ക് വന്നു. പിന്നീട് മോശയെ സംബന്ധിച്ചിടത്തോളം അവന് പാറയിലടിച്ച വെള്ളം പുറത്തു വരുന്നു. സോ ഹീസ് എ മാൻ ഓഫ് വാട്ടർ എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ എലിശ എന്ന് പറഞ്ഞാൽ ദ മാൻ ഓഫ് ഫയർ, അത് ഞാൻ പറഞ്ഞു. ഈ അവന് തീ ഇറക്കിയതാണ് കർമ്മേൽ പർവ്വതത്തിലെ എലിശ. അതുകൊണ്ട് തീയുടെ ഒരു ആത്മാവ് അല്ലെങ്കിൽ മെൻ ഓഫ് ഫയർ എന്ന് വേണമെങ്കിൽ പറയാം എലിശ. ഈ ഡിസൈപ്പിൾസ് ഈ ഡെമണെ പുറത്തു കൊണ്ടുവരാനായിട്ട് പാടുപെട്ടപ്പോൾ യേശു പറയുന്നതാണ്, പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി പുറത്തു വരികയില്ല. സോ ഈ ജാതി ദിസ് ടൈപ്പ് ഒരു പ്രത്യേക ടൈപ്പാണ്, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇംഗ്ലീഷിൽ ദിസ് ടൈപ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ടൈപ്പ് ഡെമോണിനെ പുറത്ത്, ദിസ് എ സെപ്പറേറ്റ് ടൈപ്പ് ഓഫ് ഡെമോൺ, അതിനെ പുറത്ത് കൊണ്ടുവരണമെങ്കിൽ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ഇരിക്കണം. ഈ ഉപവാസത്തിലെ പ്രാർത്ഥനയിൽ ഇരിക്കുക എന്ന് പറയുമ്പോൾ ഡെലിവറൻസിൻ്റെ ഏറ്റവും ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. എന്തിനാണ് ഉപവാസത്തിലിരിക്കുന്നത്? ദൈവത്തോട് ചേർന്നിരിക്കുക. ഉപവാസം, ഭക്ഷണ ക്രമീകരണമൊക്കെ ചെയ്യുന്നതിൻ്റെ കാര്യം നമ്മുടെ ഫ്ലഷിനെ ഒന്ന് നിയന്ത്രിക്കാനായിട്ടാണ്. നമ്മുടെ ഫ്ലഷിനെ എക്സ്റ്റേണലായിട്ട് ഒരു രീതി പറയാം, എക്സ്റ്റേണലായിട്ടുള്ളൊരു ആക്റ്റും കൂടെയാണ് നമ്മുടെ ഫ്ലഷിനെ ഒന്ന് നിയന്ത്രിക്കുക, നമ്മുടെ ജഡത്തെ ഒന്ന് നിയന്ത്രിക്കുക. ദൈവസനിൽ ഉപവസിച്ച് ദൈവസനിലിരിക്കുക. പഴയ നിയമത്തിൽ തന്നെ കാണുന്നുണ്ട് ഉപവാസം. ഈ മോശ ഫാസ്റ്റ് ചെയ്തു, എലിശ ഫാസ്റ്റ് ചെയ്തതാണ്. ഈ ഉപവാസത്തോടെ പ്രാർത്ഥനയോട് ദൈവസേനയിൽ കടന്നു വന്ന് ഈ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. എന്നോട് പലരും പ്രെയർ റിക്വസ്റ്റ് പറയുമ്പോൾ ഞങ്ങൾ പറയുന്നുണ്ടായിരുന്നു, ഇത്രാം തീയതി ഞങ്ങൾ ഉപവസിച്ച് ഈ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്നോട് കൂടെ ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഒരു ഡെലിവറൻസ് ഉണ്ട്. എന്താണ്? ആത്മാവ് തമ്മിൽ കണക്ട് ചെയ്യപ്പെടുകയാണ്. നിങ്ങൾ അവിടെ ഇരുന്നൊരു പ്രെയർ റിക്വസ്റ്റ് എന്നോട് പറഞ്ഞു, ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിക്കുമ്പോൾ തന്നെ സ്പിരിച്വൽ തലത്തിൽ അത് കണക്ട് ചെയ്യപ്പെടുന്നുണ്ട്. നിങ്ങളത് അറിയുന്നോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ എന്നോടൊരു പ്രെയർ റിക്വസ്റ്റ് എന്നോട് പറയുമ്പോഴേ ഐ ബിലീവ് ദാറ്റ് ഇത് നിങ്ങൾ കാണുകയും നിങ്ങളിത് എന്നോട് അറിയിക്കുകയും അല്ലെങ്കിൽ എന്നെ വിളിക്കുകയും റിക്വസ്റ്റ് ഇടുകയൊക്കെ ചെയ്യുന്നത് ഇറ്റ് ഈസ് നോട്ട് ആൻ ഇൻസിഡൻ്റലായിട്ടുള്ളതല്ല. ദൈവം പർട്ടിക്കുലർ പർപ്പസിനായിട്ട് ഈ സമയത്ത് നിങ്ങളുടെ ഒരു സെർവൻ്റ് ഓഫ് ഗോഡായിട്ട് എന്നെ റിലീസ് ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ തന്നിരിക്കുകയാണ്. ഞാൻ വീണ്ടും ആ സ്റ്റേറ്റ്മെൻറ്റ് പറയുകയാണ്. ദൈവം ഒരു സെർവൻ്റ് ഓഫ് ഗോഡായിട്ട് എന്നെ റിലീസ് ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ തന്നിരിക്കുക. എന്തിനാണ്? നിങ്ങൾ ഇങ്ങനൊരു സിറ്റുവേഷനിൽ കടന്നു പോകുന്നുണ്ട്. ഞാനൊരു ഇൻ്റർമീഡിയേറ്ററായിട്ട് നിന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിച്ചാണ് വിടുതലെടുക്കുന്നത്. പക്ഷേ അത് രണ്ടും ഇറ്റ് ഈസ് കണക്റ്റഡ് ഇൻ ദ സ്പിരിച്വൽ റലം. സ്പിരിച്വൽ റലത്തിൽ അത് കണക്ട് ചെയ്യപ്പെടുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ ആ സ്പെസിഫിക് ആയിട്ടുള്ള ആ ഒരു നീഡിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളിവിടെ ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളും അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് പറയുന്നത് ഇറ്റ് വുഡ് ബി കണക്റ്റഡ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളത് ഇനിയും വരുന്നുണ്ട്. ഒരു വോൾട്ടറിലേക്ക് ഇത് പ്രസൻറ്റ് ചെയ്യുകയാണ്. നമ്മളത് വരുന്നുണ്ട്. സോ വാട്ട് വി ഹാവ് ടു ഡു, അവർ പ്രെയർ ആൻഡ് ഫാസ്റ്റിംഗ് വിൽ ബി യൂസ്ഫുൾ ആൻഡ് പ്രോഫിറ്റബിൾ. വെറുതെ പോയി എന്തെങ്കിലും പ്രാർത്ഥിക്കാമല്ല. പ്രാർത്ഥനയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ പല പ്രാവശ്യം പറഞ്ഞാണ്. ഹൗ ഈസ് അവർ പ്രെയർ? ഇങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷനിൽ കൂടെ, ഒരു മറൈൻ സ്പിരിറ്റിൽ കൂടെ നമ്മൾ ഒരു അറ്റാക്കിൽ കൂടി കടന്നു പോകുമ്പോൾ ദൈവം പലപ്പോഴും അത് സ്വപ്നങ്ങളായിട്ട് നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. യു ആർ ഗോയിങ് ടു ബി ടു ആൻ അറ്റാക്ക്. പല രീതിയിൽ ഡ്രൗണിങ്ങിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. അതുപോലെ ഡ്രീമിങ് വിത്ത് ദാറ്റ് യു ആർ ലവിങ് വിത്ത് അൺനോൺ പേഴ്സണിൻ്റെ കാര്യം പറഞ്ഞു. യു ആർ ചേസ്ഡ് ബൈ ഫ്രോഗ്സിൻ്റെ കാര്യം പറഞ്ഞു. അതുപോലെ അണ്ടർ ഗാർമെൻറ്റ്സ് മിസ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഈ ഡ്രീംസിൽ കൂടിയൊക്കെ ദൈവം നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ യു ഹാവ് ടു ഗോ ഇമ്മീഡിയറ്റ്ലി ടു പ്രെയർ.
അത് നിങ്ങളുടെ ആ ഒരു പർട്ടിക്കുലർ യുവർ സ്പിരിറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് ഗോഡ്. കാരണം ദൈവം നിങ്ങൾക്കൊരു ലൈറ്റ് തന്നിരിക്കുമ്പം നിങ്ങളുടെ ആത്മാവ് ദൈവമായിട്ട് കണക്ട് ചെയ്തിരിക്കുക. രാത്രിയുടെ യാമങ്ങളിൽ നിങ്ങളുടെ ആത്മാവിന് വേണ്ടതായിട്ടുള്ള പർട്ടിക്കുലർ ടൈമിൽ നിങ്ങൾക്കിത് വെളിപ്പെടുത്തുമ്പോൾ നിങ്ങൾ പിന്നെയും തിരിഞ്ഞു കിടന്ന് ഉറങ്ങിയാൽ ഗോഡ് കനോട്ട് ഹെൽപ്പ്. അതുകൊണ്ട് ആ സമയത്ത് എഴുന്നേറ്റിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കണം, ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ 5 മിനിറ്റോ 10 മിനിറ്റോ പ്രാർത്ഥിക്കുകയല്ല. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന എന്ന് പറയുന്നത് ആൻ അവർ ഓഫ് പ്രെയർ ആണ്. അത് 1 മണിക്കൂറെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കുക. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം പ്രാർത്ഥനയിൽ. വർഷിപ്പ് ചെയ്യാം, ദൈവം റിസൈറ്റ് ചെയ്യാം, പ്രാർത്ഥിക്കാം, ആരാധിക്കാം, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, മധ്യസ്ഥ അണയാം, ദൈവസന്നിധിയിലിരുന്ന് പാടാം. ഇതെല്ലാം പ്രാർത്ഥനയുടെ ഒരു ഭാഗമാണ്. എവറിത്തിങ് ഈസ് എ വർഷിപ്പ് ആൻഡ് എ ഡിവോഷൻ ബിഫോർ ഗോഡ്. ഇതെല്ലാം നമുക്ക് ചെയ്യാം. സ്പിരിച്വൽ റലത്തിൽ നിങ്ങൾ കയറി പ്രാർത്ഥിക്കണം, പെട്ടെന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ നിങ്ങൾക്ക് അന്യഭാഷയിൽ പ്രാർത്ഥിക്കാം. സ്പിരിച്വൽ റലത്തിലേക്ക് പെട്ടെന്ന് നിങ്ങളായിത്തീരും. നിങ്ങൾക്ക് ദൂതന്മാരുടെ ഭാഷയിൽ പറയാം, ദൂതന്മാരുടെ ഭാഷയിൽ നിങ്ങൾക്ക് സംസാരിക്കാം, ദൈവത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കാം, പ്രാർത്ഥിക്കാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. എനിഹൗ ദ ഫസ്റ്റ് സ്റ്റെപ്പ് യു ഹാവ് ടു ഡു ഈസ് പ്രെയർ ആൻഡ് ഫാസ്റ്റിംഗ്. ഇതിന് മാത്രമല്ല, സർപ്പൻറ്റൈൻ സ്പിരിറ്റിനും മറ്റുള്ള ഈ ഉയരത്തിലുള്ള ആകാശത്തിലുള്ള സ്പിരിറ്റിനും എല്ലാം തന്നെ ഏറ്റവും പ്രധാനമായിട്ട് ആവശ്യമുള്ളതാണ് പ്രെയർ. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു ഹൗ ടു ബി സക്സസ്ഫുൾ ഇൻ ബീറ്റിംഗ് ഓൾ ദ സൈറ്റാനിക് ആക്ടിവിറ്റീസ്. ഈ സാത്താൻ്റെ പ്രവർത്തനങ്ങളെ എങ്ങനെ നമ്മൾ വിക്ടോറിയസ് ആയിട്ട് ജയിക്കാം എന്നുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് 2-3 എപ്പിസോഡ് നേരത്തെ കഴിഞ്ഞ ആഴ്ചയിലെ എപ്പിസോഡിൽ നിങ്ങൾ കേട്ട് കാണും, അത് പറഞ്ഞു. ഓക്കെ, നൗ ഇതിനകത്ത് ചെയ്യാം ഓൺലൈൻ ഫാസ്റ്റിംഗ്. സെക്കൻഡ് തിങ് ഈസ് കൺഫെഷൻ. ദൈവസേനയിൽ ഏറ്റുപറയുക. ഈ ഏറ്റുപറയുക എന്ന് പറഞ്ഞാൽ പാപങ്ങൾ ഏറ്റുപറയുന്ന കാര്യങ്ങൾ മാത്രമല്ല, അതൊന്നും ചെയ്യേണ്ടതാണ്. പാപങ്ങൾ ഏറ്റുപറയുക, ഇത് ദൈവവചനത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഏറ്റുപറയണം. ദൈവവചനത്തിലുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവവചനത്തിലുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസം ഏറ്റുപറയണം. നേരത്തെ പറഞ്ഞു, ഇത് മനസ്സിലല്ല പറയുന്നത് കേട്ടോ, അത് ശ്രദ്ധിക്കുക. മനസ്സിലല്ല പറയുന്നത്. വിത്ത് യുവർ മൗത്ത് പ്രൊനൗൺസ്, ഡിക്ലെയർ, കൺഫസ്, ഇതെല്ലാം കൊണ്ട് പറയേണ്ടതാണ്. വൈ? സൗണ്ട് ഹാസ് ടു ബി ക്രിയേറ്റഡ് ഫ്രം യു. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് സൗണ്ട് പുറത്തു വരണം. എന്നാലും ഒരാൾ ചോദിച്ചു, സാറേ ഞാൻ ഇങ്ങനെ മനസ്സിലങ്ങ് പ്രാർത്ഥിച്ചാൽ പോരെ? മനസ്സിൽ പ്രാർത്ഥിച്ചാൽ പോരാ. മനസ്സിൽ പ്രാർത്ഥിച്ചാൽ പിശാച് അറിയത്തില്ലല്ലോ. ശരിയാ, മനസ്സിൽ പ്രാർത്ഥിച്ചാൽ പിശാച് അറിയത്തില്ല. ദൈവം മനസ്സുകളെ കാണുന്ന ദൈവം. ഭയങ്കര ബുദ്ധിയല്ലേ? എന്നാൽ നിങ്ങൾ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കണം. എന്തിനാണ്? ഇറ്റ് ഹാസ് ടു ക്രിയേറ്റ് സം റിപ്പിൾസ് ഇൻ ദിസ് റലം. ഈ റലത്തിൽ അത് റിപ്പിൾസ് ക്രിയേറ്റ് ചെയ്യണം. നിങ്ങളുടെ ആക്ടിവേറ്റിംഗ് ഏഞ്ചൽസ് അത് അറിയണം. യെസ്, പിശാചും അറിയും. അല്ല, പിശാചിനറിയാം എന്നെ തകർക്കാൻ പോവാന്ന്. സോ ഹീ ഈസ് ഗോയിങ് ടു റിയലൈസ് ഇറ്റ്. അവനെ തകർക്കാതിരിക്കാനുള്ള മാർഗങ്ങൾ ചെയ്യുമ്പോഴേ ദ ഏഞ്ചൽസ് ഡെസ്റ്റിൻ ഫോർ യു, നിങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഏഞ്ചൽസ് നിങ്ങളെ സഹായിക്കും. യു ക്യാൻ ബി വിക്ടോറിയസ്. അതുകൊണ്ടാണ് ഉറച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞത്. നിങ്ങൾ കൺഫസ് ചെയ്യാണ്. എന്താണ് കൺഫസ് ചെയ്യുന്നത്? നിങ്ങൾക്ക് ഉള്ള അനുഗ്രഹങ്ങൾ, നന്മകൾ എല്ലാം നിങ്ങൾ കൺഫസ് ചെയ്യാണ്. ഡ്യൂട്രോണമി 28 പറയുന്ന, ദിനവൃത്താന്തം 28 പറയുന്ന പോലെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളങ്ങോട്ട് പറയുകയാണ്. ദൈവം എന്നെ ഈ രീതിയിൽ അനുഗ്രഹിക്കാൻ പോവുക, എൻ്റെ ഭവനത്തിൽ അനുഗ്രഹിക്കാൻ പോവുക, എൻ്റെ ഫീൽഡിൽ എന്നെ അനുഗ്രഹിക്കാൻ പോവുക, എന്നെ പുറത്ത് അനുഗ്രഹിക്കാൻ പോവുകയാണ്, എന്നെ ഈ രീതിയിൽ ചെയ്യാൻ പോവുകയാണ്, എന്നെ ഈ രീതിയിൽ അനുഗ്രഹിക്കാൻ പോവുക, എന്നെ വാലുള്ള തലയാക്കാൻ പോവുക, നിന്നെ ഉയർച്ച പ്രാപിക്കാൻ പോവുക, നിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും താഴ്ച പ്രാപിക്കുകയില്ല, നിൻ്റെ രോഗത്തിൽ നിന്ന് നീ വിടുവിക്കാൻ പോവുക. നീ അങ്ങനെ പറ, നിൻ്റെ ജീവിതത്തിൽ നന്മകൾ അങ്ങോട്ട് പറ. യെസ്, ഇത് പറയുമ്പോഴേ തന്നെ നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഒരു പോസിറ്റീവ് നോട്ടിലേക്ക് വരും. പറ. ഇതൊക്കെ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമാണ്. ഇത് വെള്ളത്തിൽ കൂടെയും കരയിൽ കൂടെയും അറ്റാക്ക് ചെയ്യുന്ന സ്പിരിറ്റാണ്. അത് പൊസസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്പിരിറ്റും കൂടെയാണ്, മറൈൻ സ്പിരിറ്റ്. പറ. നീ ഇങ്ങനെ കീപ് സേയിങ് ദ വേർഡ് ഓഫ് ഗോഡ്. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. പറയുമ്പോഴെന്താണ് സംഭവിക്കുന്നത്? ഈ കൺഫെഷനെല്ലാം തന്നെ നമ്മുടെ ഡെസ്റ്റിനിയായി മാറുകയാണ്, നമ്മുടെ ഭാവിയായി മാറുകയാണ്. നമ്മുടെ കൺഫെഷൻ, നമ്മൾ വിശ്വാസമാണ് പറയുന്നത്, അവിശ്വാസമല്ല പറയുന്നത്. എരിഹോ മതിൽ ഇടിച്ചത് വലിയ ബുൾഡോസർ കൊണ്ടുവന്നല്ല അടിച്ചത്. വിശ്വാസത്തിൽ ആർപ്പിട്ടപ്പോഴേ മതിൽ ഡും താഴോട്ട് പോയി. അങ്ങോട്ടും മറിഞ്ഞില്ല, ഇങ്ങോട്ടും മറിഞ്ഞില്ല. ഇങ്ങോട്ട് പറഞ്ഞിരുന്നെങ്കിൽ ആ ചുറ്റും നടന്നവരുടെ ദേഹത്ത് വീണ് അവർ ചത്തുപോയനെ. അങ്ങോട്ട് പറഞ്ഞെങ്കിൽ അവർക്ക് അതിനകത്തോട്ട് കയറാൻ പറ്റത്തില്ല. അത് തടസ്സം പോലെ ഇങ്ങനെ നിന്നേനെ.
അത് നേരെ താഴോട്ടങ്ങ് പോയി. അല്ലേ? ഇങ്ങോട്ട് പറഞ്ഞാൽ അവിടെ ദേഹത്ത് വീഴും, അങ്ങോട്ട് വീണാൽ അത് തടസ്സമായിരിക്കും, കയറാൻ പറ്റത്തില്ല. എരിഹോ മതിൽ ഇടിഞ്ഞ് താഴോട്ട് വന്നു. അത് കൺഫെഷൻ കൊണ്ടാണ് വന്നത്, വാ കൊണ്ട് പറഞ്ഞതാ, പാർപ്പിട്ടു. ദൈവം പറഞ്ഞതുപോലെ ചെയ്തു. ഈ ദിവസങ്ങൾ വിശ്വാസം പറ, ഐ വിൽ ബി സക്സസ്ഫുൾ. ഞാൻ ഈ മറൈൻ സ്പിരിറ്റിൽ സക്സസ്ഫുൾ ആവുന്ന വിശ്വാസത്തിൽ പറ. ദ തേർഡ് തിങ് ഐ വാണ്ട് ടു സേ ഇസ് സാക്രിഫൈസ്. ഈ സാക്രിഫൈസ് എന്ന് പറഞ്ഞാൽ, പ്രധാനമായിട്ട് സാക്രിഫൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കേണ്ട ഒബീഡിയൻസ് ആണ്, അനുസരണം. നമ്മുടെ ജീവിതങ്ങളിൽ പല കാര്യങ്ങളും സാക്രിഫൈസ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. പ്രത്യേകിച്ച് സെക്ച്വൽ അഡിക്ഷനായിട്ടിരിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യു ഹാവ് ടു സ്റ്റാർവ് യുവർ ഫ്ലഷ്. ആ ഒരു സാക്രിഫൈസ് എടുക്കണം. ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, ഉപവാസത്തിലിരുന്ന് കൺഫസ് ചെയ്ത് ഏറ്റുപറഞ്ഞ് നിങ്ങളുടെ ഉള്ളിലുള്ള ആത്മാവിനെയും ദേഹിയുടെയും എല്ലാ ഓർഗൻസിനെയും, അതുപോലെ ശരീരത്തിൻ്റെ എല്ലാ ഓർഗൻസിനെയും യേശുക്രിസ്തുവിൻ്റെ രക്തം തളിച്ച് ശുദ്ധീകരിച്ച് നിങ്ങൾ വീണ്ടെടുത്തെങ്കിൽ ചില സാക്രിഫൈസ് നിങ്ങൾ ചെയ്യണം. ആ ഗേറ്റുകളെല്ലാം അടയ്ക്കണം. ഓൾ ദ ഗേറ്റ് ഷാൽ ബി ക്ലോസ്ഡ്. ഇനി ഇങ്ങോട്ട് ഒരുത്തം പോയി 7 എണ്ണത്തെയും കൂടെ വിളിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരരുത്. ആ ഗേറ്റ് അടയ്ക്കണം. എപ്പോഴൊക്കെ അത് പറയുന്നു, കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞാണ്, ഗെറ്റ് ബാക്ക് സൈറ്റൻ എന്ന് പറയണം. ആ മൈൻഡിൽ തന്നെ, ആ തോട്ടിൽ തന്നെ അത് വരുമ്പോഴേ ഞാനത് ബലി കഴിക്കാനായിട്ട് ഞാൻ ശ്രമിക്കണം. സാക്രിഫൈസിനകത്ത് ടൈം സാക്രിഫൈസ് ഉണ്ട്. ടൈം സാക്രിഫൈസ്, നിങ്ങളുടെ സമയം ദൈവത്തിന് കൊടുക്കാനായിട്ട് കുറേ സമയങ്ങൾ സാക്രിഫൈസ് ചെയ്യണം. ടൈം സാക്രിഫൈസ്, ടാലൻറ്റ് സാക്രിഫൈസ്, നിങ്ങൾക്കുള്ള ടാലൻറ്റുകൾ ദൈവസന്നിധിയിൽ സബ്മിറ്റ് ചെയ്തിട്ടുള്ള ഒരു സാക്രിഫൈസ് അവിടെ വരണം. നിങ്ങളുടെ സാക്രിഫൈസ് ഓഫ് മണിയുടെ കാര്യത്തിലെ സാക്രിഫൈസ്, ദൈവത്തിന് കൊടുക്കുന്ന കാര്യത്തിലെ സാക്രിഫൈസ് വേണം. അതൊരു മാമോനാണ്. മാമോൻ, ദ സ്പിരിറ്റ് ഓഫ് മാമോൻ, പണം, അതിനോടുള്ള ആർത്തി, അത് ഉണ്ടാക്കാനുള്ള ആർത്തി. ജീവിക്കാനുള്ളത് വേണം, തലമുറകൾക്കുള്ളത് വേണം, അത് വേണ്ടെന്നൊന്നും പറയുന്നില്ല. എന്നാൽ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് ദൈവത്തിനുള്ളത് ദൈവത്തിനും സർക്കാരിനുള്ളത് സർക്കാരിനും കൊടുക്കുക. ബാക്കിയുള്ളത് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിനോ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആവശ്യത്തിനോ യൂസ് ചെയ്യുക. അത് ഈ സാക്രിഫൈസ് ദൈവം വീക്ഷിക്കുന്ന പോലെ ദൈവത്തിന് നമ്മൾ കൊടുക്കാനായിട്ട് പഠിച്ചാൽ നമ്മുടെ ഹൃദയം നിക്ഷേപം ഇരിക്കുന്നിടത്ത് ഹൃദയം ഇരിക്കുമെന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ ജീവിതത്തിലൊരു സാക്രിഫൈസ് വരും. നിങ്ങളുടെ ഹാബിറ്റ്, നിങ്ങളുടെ ടൈം, നിങ്ങളുടെ ടാലൻസ്, നിങ്ങളുടെ മണി, അതുപോലെ ദൈവവചനത്തിലുള്ള അനുസരണം. വലിയ പ്രയാസം അനുസരിക്കാൻ. ദൈവവചനം അനുസരിക്കാൻ പലപ്പോഴും ഭയങ്കര പാടാണ്. അതനുസരിക്കുന്നതനുസരിച്ച് വാട്ട് വിൽ ഹാപ്പൻ, നിങ്ങൾ സാക്രിഫൈസ് ചെയ്യണം ചില കാര്യങ്ങൾ അനുസരിക്കാനായിട്ട്. ഇന്നലെ പോയടുത്ത് ഇന്ന് എനിക്ക് പോകാൻ പറ്റത്തില്ല, ഐ ഹാവ് ടു സാക്രിഫൈസ് ഇറ്റ്. ഇന്നലെ മദ്യം കഴിക്കാൻ പോയെങ്കിൽ ആ കമ്പനിയിൽ നിന്ന് പോകാൻ പറ്റത്തില്ല, ഐ ഹാവ് ടു സാക്രിഫൈസ് ഇറ്റ്. നിങ്ങളുടെ ഫ്രണ്ട്സ് പലരുടെ കൂട്ടുകെട്ടുകളുണ്ട്, അതിൽ നിങ്ങൾ മാറിയിരിക്കേണ്ട ആവശ്യമുണ്ട്. അവിടെ സാക്രിഫൈസ് ആവശ്യമുണ്ട്. ഇത്രയും നാളുള്ള 10-40 വർഷമായിട്ട് നിങ്ങൾ സൊറ പറഞ്ഞ്, തമാശ പറഞ്ഞ്, അന്യൻ്റെ കുറ്റം പറഞ്ഞ്, ഭാര്യയുടെ കുറ്റവും ഭർത്താവിൻ്റെ കുറ്റവും പറഞ്ഞിരുന്ന ആ ഫ്രണ്ട്സിനെ ഒഴിവാക്കുന്നൊരു സാക്രിഫൈസാണ്. അത് ചെയ്യേണ്ടി വരും. ഈ സാക്രിഫൈസുകൾ നിങ്ങൾ ചെയ്യുമ്പോഴേ, കർത്താവിൻ്റെ ഒബീഡിയൻസിലേക്ക് വരുമ്പോഴേ, ഹീ വിൽ ഗീവ് ദ അതോറിറ്റി. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതോറിറ്റി തരും. ഫോർത്ത്, 4ാമത്തെ കാര്യം, എറക്റ്റിംഗ് ഓൺ ഓൾട്ടർ ടു ഫൈറ്റ് ദ മറൈൻ സ്പിരിറ്റ്. ഒരു ഓൾട്ടർ ക്രിയേറ്റ് ചെയ്യണം. ഇത് വലിയൊരു സബ്ജക്റ്റാണ്. ഈ ഓൾട്ടർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ഞാനൊരു സെപ്പറേറ്റ് എപ്പിസോഡ് എടുക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലെ പൈശാചിക ഓൾട്ടർ ഉണ്ടെങ്കിൽ അത് നമ്മൾ പൊളിച്ച് കളഞ്ഞിട്ട് അവിടെ ഒരു ദൈവികമായിട്ടുള്ളൊരു ഓൾട്ടർ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. 2 ഓൾട്ടറും ഉണ്ട്, പൈശാചിക ഓൾട്ടറും ഉണ്ട്, ദൈവിക ഓൾട്ടറും ഉണ്ട്. ഇതിനെക്കുറിച്ച് ഒരു എപ്പിസോഡ് ഞാൻ ചെയ്യുന്നുണ്ട്, വരുന്ന അടുത്ത ആഴ്ചയിൽ തന്നെ നിങ്ങൾക്കത് കേൾക്കാം. ഈ ദൈവികമായിട്ടുള്ളൊരു ഓൾട്ടർ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഓൾട്ടറിൻ്റെ മലയാളത്തിലെ ബലിപീഠം എന്നൊക്കെ പറയും. പക്ഷേ ബലിപീഠത്തേക്ക് ഉപരിയായിട്ട് നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം, ഇതെല്ലാം നമ്മൾ പറയുന്നത് ഒരു സംഭവം ഇങ്ങനെ ഒരു മേശ ഇതൊക്കെ ഉണ്ടാക്കി വെക്കുകയല്ല. ദിസ് ഈസ് ആൻ സ്പിരിച്വൽ ഓൾട്ടർ. ആ സ്പിരിച്വൽ ഓൾട്ടറാണ്. ചില ഈവിൾ ഓൾട്ടർ ചില ഫാമിലികളുടെ മേളിലുണ്ട്, ചില വ്യക്തികളുടെ മേളിലുണ്ട്. അതിനെ ക്യാൻസൽ ചെയ്ത് നമ്മളൊരു സ്പിരിച്വൽ ഓൾട്ടർ പണിയണം. പ്രത്യേകിച്ച് മറൈൻ സ്പിരിറ്റ് ഒരിക്കലും വിട്ടുപോകാതിരിക്കാൻ ചിലർ ഡീപ്പ് റൂട്ട് ആ ഈവിൾ ഓൾട്ടർ ചെയ്തിട്ടുണ്ട്, ഒരുപാട് സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഞാൻ വീണ്ടും അത് പറയും.
അത് ബൈബിളിൽ നിന്നുള്ള റെഫറൻസ് അല്ല, പഴയ ഹിസ്റ്റോറിക്കൽ ബുക്കിൽ നിന്നുള്ള റെഫറൻസ് വെച്ചിട്ട് ഹൗ ഹീ ഈസ് ഡൂയിങ് ദ സേറ്റൻ ഈസ് ഡൂയിങ് ദ ഈവിൾ ഓൾട്ടറിൽ എങ്ങനെയാണ് അവൻ ബലി കഴിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ പറയും. അപ്പോഴതെല്ലാം നമ്മൾ കട്ട് ചെയ്യണം. അതെല്ലാം നമ്മുടെ പ്രവർത്തനം കൊണ്ട് അങ്ങനെ ഉണ്ടായി പോകുന്നതാണ്. അതെല്ലാം നമ്മൾ കട്ട് ചെയ്യണം. സോ കട്ട് ചെയ്തുകൊണ്ട് ഈ മറൈൻ സ്പിരിറ്റിലുള്ള ഇതെല്ലാം മാറ്റിയിട്ട് നമ്മളൊരു സ്പിരിച്വൽ ഓൾട്ടർ ക്രിയേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. എല്ലാ ദിവസവും നമ്മൾ പ്രാർത്ഥനയിൽ ആ സ്പിരിച്വൽ ഓൾട്ടറിലേക്ക് നമ്മുടെ പ്രാർത്ഥനകൾ അയക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിലെ ഉയരത്തിലൊരു ഓൾട്ടറുള്ള കാര്യം പറയുന്നുണ്ട്. അതിലേക്ക് നമ്മുടെ പ്രാർത്ഥനകൾ ആണ് ഇടുന്നത്. സൗരഭ്യവാസനയായിട്ടുള്ള പ്രാർത്ഥന ദൈവസേനയിലേക്ക് കടന്നു ചെല്ലുകയാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു ഓൾട്ടറിലേക്ക് നമ്മൾ ചെല്ലണം. 5-ാമത്തെ പോയിന്റ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, എവറിത്തിങ് ഈസ് ബൈ ദ ഗോഡ്സ് ലവ്. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നമ്മളെല്ലാം ചെയ്യുന്നവരാണ്. ദൈവത്തിൻ്റെ സ്നേഹം എന്താണ്? തൻ്റെ പുത്രനെ ആദരിയാതെ ഈ ലോകത്തിൽ നിങ്ങൾക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയും ചെയ്തു തന്നു. നിങ്ങളുടെ നന്മ കണ്ടിട്ടും എൻ്റെ നന്മ കണ്ടിട്ടും അല്ല യേശു ഈ ലോകത്തിലേക്ക് വന്നത്. നിങ്ങളെയും എന്നെ സ്നേഹിച്ചതുകൊണ്ടാണ്. നിങ്ങളിലെല്ലാം ദോഷമായിരുന്നു, എന്നിലെല്ലാം ദോഷമായിരുന്നു. ഈ ദോഷത്തെ ഇഷ്ടപ്പെട്ടുകൊണ്ടല്ല യേശു വന്നത്. ദോഷത്തെ ദ്വേഷിക്കുക തന്നെ ചെയ്തു. എന്നാൽ നിങ്ങളെ സ്നേഹിച്ചു, എന്നെ സ്നേഹിച്ചു. ഈ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മളിൽ ഉണ്ടാവണം. മറ്റുള്ളവരെ സ്നേഹിക്കാനും കരുതാനും പഠിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ്. ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ, കുഞ്ഞുങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ, കമ്മ്യൂണിറ്റി ലിവിങ്ങിലുള്ള ബന്ധത്തിൽ, മറ്റുള്ളവരുമായിട്ട് ഓഫീസിലുള്ള ബന്ധത്തിൽ, മറ്റുള്ളവരുമായിട്ട് സഹകരിക്കുന്നുള്ള ബന്ധത്തിലെല്ലാം ക്രിസ്തീയ സ്നേഹം നിങ്ങൾ കൂടി പുറത്തു വരണം. അവിടെ നിന്ന് മറൈൻ സ്പിരിറ്റിന് ഇരിക്കാൻ പറ്റത്തില്ല, ഇറങ്ങിപ്പോവും. ഈ ലവിലാണ്, ഈ ക്രിസ്തീയ സ്നേഹത്തിലാണ് സുവിശേഷം അറിയിക്കുന്നതിനുള്ള കാലിലെ ചെരുപ്പാക്കുന്നത്. സുവിശേഷം അറിയിക്കാനുള്ള താല്പര്യം വരുന്ന സ്നേഹത്തിലാണ്. കാരണം എന്താണ്? നിൻ്റെ ഫ്രണ്ട്, നിൻ്റെ കൂട്ടുകാരൻ, നിൻ്റെ അയൽവക്കക്കാരൻ, നിൻ്റെ ഭവനത്തിലുള്ളവൻ നിത്യ നരകത്തിലേക്ക് പോകുന്നതാണ് ഏറ്റവും വലിയ ദോഷം. അതുകൊണ്ട് അവരെ അതിൽ നിന്ന്, ആ തീയിൽ നിന്ന് വലിച്ചെടുക്കുന്ന ഉത്തരവാദിത്വം ദൈവം എന്നെ ഭരമേൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സ്നേഹത്തിൽ അവരെ കരുതണം. അതുകൊണ്ടാണ് പുതിയ നിയമത്തിലെ കൽപ്പനകളെല്ലാം ഒരു കൽപ്പനയെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. എന്താണ്? നിൻ്റെ കൂട്ടുകാരനെ നിന്നെപ്പോലെ സ്നേഹിക്കണം. യേശുക്രിസ്തു പഠിപ്പിച്ച് സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല. പുതിയ നിയമത്തിലേക്ക് പൗലോസിൻ്റെ റോമർക്കെഴുതിയ ലേഖനത്തിലേക്ക് വന്നപ്പോഴേ യേശു 2 കൽപ്പന പറയും. ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും സ്നേഹിക്കണം, എൻ്റെ കൂട്ടുകാരനെ നിന്നെപ്പോലെ സ്നേഹിക്കണം. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വന്ന് പൗളിയൻ ടീച്ചിങ് വന്നപ്പോഴത്തേക്ക് എവറിത്തിങ് ഈസ്, നിൻ്റെ അയൽക്കാരനെ നീ സ്നേഹിക്കുക എന്നുള്ളതാണ്. കാരണം എന്താ? അവൻ നിത്യ നരകത്തിൽ പോകരുത്. സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ 10 രൂപ കൊടുക്കുക എന്നുള്ളതല്ല സ്നേഹം. അതും അതിൻ്റെ ഒരു പാർട്ടാണ്. അവനൊരിക്കലും നിത്യ നരകത്തിൽ പോകരുത്. ഇനി ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടും എൻ്റെ ആ റൂട്ട് പൊളിയുന്നില്ലെങ്കിൽ, എന്നുവെച്ചാൽ മറൈൻ സ്പിരിറ്റിൻ്റെ റൂട്ട് എന്നിൽ നിന്ന് പറിച്ചു കളയാൻ 40-50 വർഷമായിട്ട് എന്നെ ഇട്ട് ടാർഗറ്റ് ചെയ്യാണ്. അത് എന്നിൽ നിന്ന് പറിച്ചു കളയാൻ പറ്റില്ലെങ്കിൽ, യു ഹാവ് ടു ഗോ ഫോർ an anointed apostle. അനോയിൻറ്റഡ് ആയിട്ടുള്ളൊരു വ്യക്തി ദൈവത്തിൻ്റെ ദാസൻ്റെ അരികെ പോയി കൈവച്ച് പ്രാർത്ഥിച്ച് ഇതിനെ പുറത്താക്കണം. ചിലപ്പോൾ അത് ഇറങ്ങിപ്പോകത്തില്ല. ചിലപ്പോൾ ഇതെല്ലാം നിങ്ങൾ ചെയ്താലും ചിലപ്പം പുറത്തു പോയതില്ല. അതുകൊണ്ടാണ് ഒരു അനോയിൻറ്റഡ് ദൈവദാസൻ്റെ അരികെ പോയി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ച് പുള്ളി അത് പുറത്താക്കി വിട്ടോളും. അത് ലാസ്റ്റ് സ്റ്റെപ്പാണ്. നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം നിങ്ങൾ ചെയ്യുക. ചെയ്തിട്ടും പുറത്തു പോയില്ലേ. നോർമലി ഈ 5 കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ അത് പുറത്തു പോകും. നേരത്തെ ഞാൻ പറയും, സാക്രിഫൈസിനകത്ത് ഇത് വീണ്ടും ആ ഡോറ് തുറന്നു വെച്ച് അവനെ അകത്ത് കയറ്റുകയല്ല. നമ്മൾ പല കാര്യങ്ങളും സാക്രിഫൈസ് ചെയ്യണം. നമ്മുടെ ഓൾട്ടർ എറക്റ്റ് ചെയ്യണം. നമ്മൾ ആദ്യം പറഞ്ഞ പ്രെയർ ആൻഡ് ഫാസ്റ്റിംഗ്. 2 കൺഫെഷൻ, യു ക്യാൻ ഡു തിങ്സ്, പോസിറ്റീവ് മൈൻഡ്. 3ാമത് പറഞ്ഞ സാക്രിഫൈസ്, ഡിഫറെൻറ്റ് തിങ്സ് യു ഹാവ് ടു സാക്രിഫൈസ്. 4ാമത് പറഞ്ഞ എറക്റ്റിംഗ് ആൻ ഓൾട്ടർ, ഒരു ഓൾട്ടർ എറക്റ്റ് ചെയ്യാന്ന് പറഞ്ഞു. 5ാമത് പറഞ്ഞ വാട്ട് ഈസ് ദാറ്റ്? സ്നേഹത്താൽ കാര്യങ്ങളെ ചെയ്യാനായിട്ട് പഠിക്കുക. യേശുവിൻ്റെ സുവിശേഷം മറ്റുള്ളവർ പറയാനായിട്ടുള്ള ധൈര്യം അതിലെ വരും. ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോഴേ സാധാരണ കേസിൽ ദൈവം ആ അതോറിറ്റി നിനക്ക് തരും. നിൻ്റെ കയ്യിൽ നിന്ന് ആ സാധനം പുറത്തു പോകും. പോയില്ലെങ്കിൽ ഏതെങ്കിലും ദൈവദാസന്മാരിലേക്ക് പോവുക, അല്ലെങ്കിൽ നിങ്ങളൊന്നുമില്ല എൻ്റെ അരികെ വരിക. കാരണം ഞാനിതിനെ സക്സസ്ഫുള്ളായിട്ട് വിക്ടോറിയസ് ആയിട്ട് ഏറ്റെടുത്താണ്. അതുകൊണ്ട് ഐ നോ ഹൗ ഇറ്റ് വർക്ക്സ്. ദൈവം നിങ്ങളെ വിടുവിക്കും.
നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ ഈ ഒരു സീരീസ് ഇവിടെ നിർത്തിയിരിക്കുകയാണ്. എന്നാൽ ഇനിയും നമുക്ക് ഉണ്ട് ഇതിനകത്ത് തന്നെ പറയാനായിട്ട്. ഐ തിങ്ക് അടുത്തൊരു എപ്പിസോഡിൽ ഞാൻ സ്പിരിച്വൽ വൈഫ് ആൻഡ് സ്പിരിച്വൽ ഹസ്ബൻഡിനെ കുറിച്ച് പറയും. അത് ഭയങ്കരമായിട്ട് ഇന്ന് ഒരുപാട് ഇന്ന് കളിക്കുന്നുണ്ട്. അത് ഈ മറൈൻ സ്പിരിറ്റിനകത്ത് വരുന്നൊരു സാധനമാണ്. അതും കൂടെ പറഞ്ഞതിന് ശേഷം ഞാനിത് അവസാനം എന്തായാലും അതിൻ്റെയും ഡെലിവറൻസ് ഇത് തന്നെയാണ്. ആ സ്പിരിച്വൽ ഹസ്ബൻഡും വൈഫിൻ്റെ ഡെലിവറൻസ് ഇത് തന്നെയാണ്. അതും കൂടെ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ പറയാം. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ഇന്ന് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. ഈ ദിവസങ്ങളിലെ മറൈൻ സ്പിരിറ്റിൻ്റെ ശക്തി ഞങ്ങളുടെ ജീവിതങ്ങളിൽ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ രീതിയിലുള്ള അഡിക്ഷൻസും യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. പ്രോണോഗ്രഫിക്ക് അഡിക്റ്റ് ആയിരിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ അത് വിട്ടുപോകട്ടെ. മാസ്റ്റർബേഷനിൽ അഡിക്റ്റ് ആയിരിക്കുന്ന അതിൽ നിന്ന് വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എക്സസീവായിട്ടുള്ള ലസ്റ്റിലിരിക്കുന്നവർ എൻ്റെ നാമത്തിൽ നിന്ന് വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ, ഒരുപാട് ഡിസയർ വന്നിട്ട് കണ്ണിനോട് കർത്താവെ ആ നിയമം ലംഘിക്കുവാനായിട്ട് കർത്താവെ ഇടവരുത്തുന്ന വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ നിന്ന് വിടുവിക്കപ്പെടുന്നു. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് വിടുവിക്കപ്പെടുകയാണ്. ആ കണ്ണുമായിട്ട് ഉടമ്പടി ചെയ്യാൻ പറ്റാതെ ലെസ്ഫുൾ തോട്ടിലേക്ക് നടത്തുന്ന ആ കണ്ണിൻ്റെ ഗേറ്റ്വേ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ക്ലോസ് ചെയ്യപ്പെടുകയാണ്. എല്ലാ രീതിയിലുള്ള പ്രോഗ്രസ്സും തടസ്സപ്പെടുത്തുന്ന ഈ ഫ്രോഗ് സ്പിരിറ്റ് യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഛർദ്ദിച്ചതിനെ ഭക്ഷിക്കുന്നതായിട്ടുള്ള ഈ ഡോഗ് സ്പിരിറ്റ് യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായിട്ട് ബന്ധിച്ചിരിക്കുന്ന ഈ ഒക്ടോപ്പസ് സ്പിരിറ്റ് യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ രീതിയിലും ഞങ്ങളെ സെഡ്യൂസ് ചെയ്തുകൊണ്ട് പോകുന്ന ഈ ജെസിബേൽ സ്പിരിറ്റ് യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കാൻ സഹായിക്കുകയും ചെയ്യണം. കർത്താവേ, ഈ 5 പോളിസീസ് ഞങ്ങളുടെ ജീവിതങ്ങൾ അഡോപ്റ്റ് ചെയ്യാൻ പ്രാക്ടിക്കലായിട്ട് ഞങ്ങളെ സഹായിക്കണം. അതുപോലെ തന്നെ ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ദാസന്മാർ കർത്താവെ അവിടെ കടന്നു വരുവാൻ നിൻ്റെ ദൂതൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൂതൻ്റെ വലിയ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. അത് ഈ ദിവസങ്ങളിൽ ചെയ്യുവാനായിട്ട് കൃപ തരണമേ, സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. ആമേൻ. തീർച്ചയായും ഇത് നിങ്ങൾക്ക് പ്രയോജനമായി എന്ന് വിചാരിക്കുന്നു. ഡെലിവറൻസ് നിങ്ങൾ എടുക്കണം. നിങ്ങളുടെ സ്വന്തമാണ് ഡെലിവറൻസ്. ഇറ്റ് ഈസ് ഗിവൺ ടു യു. നിങ്ങൾക്ക് തന്നിരിക്കുന്നതാണ്. അതുകൊണ്ട് ഈ എല്ലാ ലിവ്യാഥാൻ്റെ സ്പിരിറ്റിനെയും എല്ലാ മറൈൻ സ്പിരിറ്റിനെയും നമുക്ക് ബന്ധിക്കാനുള്ള കഴിവ് തന്നിട്ടുണ്ട്. എന്നാൽ ഓർക്കണം, യവൻ വലിയൊരു വിഷമാണ്. യവൻ എപ്പോഴും തിരിഞ്ഞു പിടിച്ചുകൊണ്ടേയിരിക്കും. ട്വിസ്റ്റഡായിട്ട് കോയിൽഡായിട്ട് വന്ന് പിടിച്ചുകൊണ്ടിരിക്കും. ഈ സീ സെർപ്പൻ്റാണ്. പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. അത് ഭയങ്കര വൃത്തികെട്ട ഒരു സ്പിരിറ്റാണ്. സോ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, സൂക്ഷ്മതയോടെ ജീവിക്കണം. ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.